ചെങ്കോട്ടകളിൽ വിള്ളലുകൾ വീഴുന്നു. ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയുടെ മുഖംമൂടി ഓരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ ഇടതുപക്ഷം ഇന്ന് നേരിടുന്നത് മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ്. ഏറ്റവും ഒടുവിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ നടത്തിയ വെളിപ്പെടുത്തൽ LDFിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് പണം സ്വീകരിച്ചു എന്ന തുറന്നു പറച്ചിൽ വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് ഇടതുപക്ഷത്തിന്റെ ആദർശശുദ്ധിക്കുമേൽ പതിച്ച കനത്ത പ്രഹരമാണ്. 3 ലക്ഷം രൂപ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും വാങ്ങിയെന്നത് ബിനോയ് വിശ്വം തന്നെ സമ്മതിച്ചിരിക്കുന്നു. കണക്കുകൾ വ്യക്തമാണെന്നും പാർട്ടി ഫണ്ടിലേക്കാണ് പണം പോയതെന്നും ന്യായീകരിക്കുമ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് ഒന്നാണ്: വർഗീയതയ്ക്കും മുതലാളിത്തത്തിനുമെതിരെ പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടതു നേതാവ് എന്തിനാണ് വിവാദ നായകരിൽ നിന്നും ഇങ്ങനെ പണം കൈപ്പറ്റുന്നത്? SNDP യോഗത്തെയും BJPയെയും പലപ്പോഴും ഒരേ നൂലിൽ കോർത്ത് വിമർശിക്കുന്ന ഇടതുപക്ഷം അതേ സ്രോതസ്സുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നത് വെറും ഇരട്ടത്താപ്പാണ്. ഇത് രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയല്ലാതെ മറ്റെന്താണ്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം ഊഴത്തിൽ അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണങ്ങൾ, PP ദിവ്യ ഉൾപ്പെട്ട വിവാദങ്ങൾ, പോലീസിനുള്ളിലെ കുറ്റവാളികളുടെ അതിപ്രസരം, ഇതെല്ലാം താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരെ പോലും നിരാശരാക്കുന്നു. CPMന്റെ കരുത്തായിരുന്ന അച്ചടക്കം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അൻവറിന്റെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ ഉണങ്ങും മുൻപേയാണ് മുന്നണിയിലെ 2ാമത്തെ കക്ഷി തന്നെ പ്രതിക്കൂട്ടിലാകുന്നത്. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ കേട്ട് അണികൾ പോലും മുഖം പൊത്തേണ്ട അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് LDF ഇത്തരമൊരു പതനത്തിലേക്ക് നീങ്ങുന്നത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ആദർശങ്ങളെ പണയപ്പെടുത്തുന്ന രീതിയാണ് ഇതിന് പിന്നിലെന്ന് വളരെ വ്യക്തം. ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ തനിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭരണ തുടർച്ച നൽകിയ അമിതാത്മവിശ്വാസം ധിക്കാരമായി മാറിയോ എന്ന് സാധാരണ ജനങ്ങൾ സംശയിക്കുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായ പാർട്ടി സംവിധാനം വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന രീതി, ഇതെല്ലാം ഇടതുപക്ഷത്തെ ജനങ്ങളിൽ നിന്നും അകറ്റിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ കോടീശ്വരന്മാരുടെയും ഇടനിലക്കാരുടെയും തടവറയിലായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന് ഇത് തിരിച്ചുപിടിക്കാനാകാത്ത പതനമാണോ, അതോ തെറ്റുതിരുത്താനുള്ള അവസാന അവസരമാണോ? ബിനോയ് വിശ്വത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരാനിരിക്കെ ചെങ്കോട്ടകൾ ഒന്നൊന്നായി തകരുമോ എന്ന് കാത്തിരിക്കുന്നത് കാണാം. അഴിമതിയും ആദർശമില്ലായ്മയും മുഖമുദ്രയാക്കിയ ഒരു മുന്നണിക്ക് കേരളം ഇനിയും മാപ്പ് നൽകില്ല. ചുവപ്പ് താഴുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. ഇത് വെറുമൊരു തിരിച്ചടിയല്ല, ഒരു സാമ്രാജ്യത്വത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്.